മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. മോൺസഞ്ഞൂർ CJ വർക്കിയച്ചനാൽ സ്ഥാപിതമായ MSMI സഭയിലെ ക്രിസ്തുജ്യോതി പ്രൊവിൻസിലെ വൈസ് പ്രൊവിൻഷ്യലും സാമൂഹ്യ ആരോഗ്യ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സിസ്റ്റർ ഇന്നസെൻ്റ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സിസ്റ്റർ ഇന്നസെൻറ്റിന് ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. MSMI സഭയുടെ സ്ഥാപക പിതാവായ മോൺസിഞ്ഞോർ CJ വർക്കിയച്ചനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഗൂഡല്ലൂരിലെ മലനിരകൾ കയറിയിറങ്ങി ശുശ്രൂഷ ചെയ്ത സിസ്റ്റർ ഇന്നസെന്റ് തന്റെ സന്യാസ ജീവിതത്തിലെ ദൈവപരിപാലനയുടെ വഴികൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. പിന്നെ ഈ മിഷൻ പ്രവർത്തനമാണല്ലോ കുട്ടികൾക്ക്. അത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സ്ത്രീകൾ പ്രസവിച്ചാലുണ്ടല്ലോ കൊച്ചിനെ കുളിപ്പിക്കാനും തള്ളെ കുളിപ്പിക്കാനും നമ്മൾ പോകണം. ഞങ്ങൾ 6-7 സിസ്റ്റേഴ്സ് ഉണ്ട്. പോകാൻ പറ്റൊന്നുമില്ല. മെഡിക്കലായിട്ടുള്ള ഞങ്ങൾ 3 പേരെ, ബാക്കി 4 സിസ്റ്റേഴ്സ്. അപ്പോൾ രാത്രിയിലാണെങ്കിലും അവരിലൊരാൾ, മെഡിക്കലൊരാൾ, അങ്ങനെ ഞങ്ങൾ പോകും. ഇങ്ങനെയാണ്. ഈ അടുത്ത ദിവസം ഒരു ചേച്ചി, മേരി ചേച്ചി കണ്ടപ്പോൾ പറയാ, ഞാൻ പ്രസവിച്ചപ്പം പ്രസവം എടുത്തു, പിറ്റേ ദിവസം കഞ്ഞി അരി ഇടുന്ന അവിടെ വീട്ടിൽ കരിയില്ലായിരുന്നു, അരി കൊണ്ടുവന്ന് കഞ്ഞി വെച്ച് കുടിപ്പിച്ച് എന്നെയും കൊച്ചിനെയും കുളിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ വയറ്റാട്ടിയുടെ പണിയെടുത്തു, പരുത്തിയുടെ പണിയെടുത്തു, എല്ലാം. ഞാനത് ഓർക്കുന്നില്ല ശരിക്കും, അങ്ങനെ ചെയ്തെന്നാണ് ആ സ്ത്രീ പറയുന്നത്. അങ്ങനെ ഒരുപാട് കേസുകൾ എന്നോട് ഇപ്പം ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പം കാണുമ്പോഴേ അങ്ങനെ ഒത്തിരി ചെയ്ത്. അതായത് അവിടെ അങ്ങനെ ഈ ഗൂഡല്ലൂർ കുടിയിറക്കമൊക്കെ ആയിട്ട് 75 വന്നിട്ട് 80 വരെ ഈ ബെക്കി കേന്ദ്രീകരിച്ച് 8 സ്ഥലങ്ങളിൽ പോകണമായിരുന്നു. പള്ളിയുണ്ട് 8 സ്ഥലങ്ങളിൽ, ഷെഡൊക്കെ ആണെങ്കിലും. അതിനൊക്കെ ഒരു ആവറേജ് 8-10-12 കിലോമീറ്റർ ഒരു ദിവസം നടക്കേണ്ടി വരും. ആന കണ്ടിട്ടുണ്ട്. ആന അങ്ങ് പോയ ഇത് ചൂട് പറക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെ ആരും ഉപദ്രവിക്കുകയല്ല. മനുഷ്യരെയും പേടിക്കേണ്ട, മൃഗങ്ങളെയും പേടിക്കേണ്ട ഒരു അവസ്ഥാവിശേഷമാണ്. അങ്ങനെ 5 വർഷം അവിടെ തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞപ്പം ഈ 8 സ്ഥലത്തിൻ്റെ ഒരു മൂലയാണ് ഈ ബെക്കി. അപ്പോൾ ഈ പിന്നെ രോഗികൾക്കൊക്കെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം വേണമെന്ന് ഞങ്ങളുടെ അച്ഛന് താല്പര്യം തോന്നി. എടുത്തുകൊണ്ട് ഇങ്ങനെ കേരളത്തിൽ കൊണ്ട് ബത്തേരി വരെയും വരണ്ടേ. അതൊക്കെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അച്ഛന് തന്നെ ഒരു അനുഭവം ഉണ്ടായി. ഒരു ദിവസം അച്ഛൻ വരുമ്പോൾ ഞാൻ അവിടെ ഇല്ല. ഞാനൊരു പ്രസവത്തിന് എടുക്കാൻ തലേദിവസം പോയതാ. ഒരു വിവരവും ഇല്ലയെന്ന് മദർ പറഞ്ഞു. കാരണം എങ്ങനെയാണ് വിവരം, ഫോണൊന്നുമില്ലല്ലോ. പിന്നെ ഒരാളെ പറഞ്ഞു. അപ്പം ഞാൻ ചെന്ന് വീട്ടിൽ 2 മകനും അമ്മയും, പിന്നെ പ്രസവിക്കാനുള്ള സ്ത്രീയാണ്. രാത്രി 8 മണിയായിട്ടും ആകുന്നില്ല. അപ്പോൾ എനിക്ക് ഈ പ്രസവ സ്ത്രീയെക്കാളും പരവേശം എനിക്കാണ്. എന്തെങ്കിലും ആയിപ്പോവോ എന്നുള്ള പ്രയാസം ഭയങ്കര. ഞാൻ പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ പ്രസവമൊക്കെ എടുക്കാൻ പോകണമെങ്കിൽ പറയും, മാതാവിന് അന്ന് ആളില്ലാണ്ട് വിഷമിച്ചില്ലേ ഇതൊക്കെ എടുക്കാൻ? വിഷമിച്ചായിരുന്നല്ലോ. എന്നാൽ ഇപ്പം ഞാനും വിഷമിക്കുക, എൻ്റെ കൂടെ വരണം, അങ്ങനെയൊക്കെ വിളിച്ചോണ്ടൊക്കെയാണ് പോകുന്നത്. അത് പിന്നെ ഈ കേരളത്തിൽ കൊണ്ടുവന്നു. രാത്രി പ്രസവിക്കാനുള്ള പെണ്ണിനെയും ഈ 2 ചെറുക്കന്മാരും ഡ്രൈവറും അമ്മച്ചിയും കൂടെ പോന്നു. ബത്തേരി ഇവിടെ ആശുപത്രി വന്ന് പ്രസവം കഴിയും. ഇവരും പറഞ്ഞില്ല. ഞാനങ്ങനെ ഒരു പകലും ഒരു രാത്രി വെളുപ്പിനല്ലേ അവിടെ ചെയ്തു. വിശപ്പ് നല്ലപോലെ ഉണ്ട്. ചെന്നു കയറി കിടന്നു. പിറ്റേ ദിവസം അച്ഛൻ വന്നപ്പം എനിക്ക് ഭയങ്കര, ഞാൻ ചുമ്മാ കരഞ്ഞു. അന്നേരം ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ പോയി വന്നത് താമസിക്കാൻ എന്നൊക്കെ ഇങ്ങനെ അച്ഛനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കൊണ്ടല്ല, അല്ലാതെ തന്നെ അച്ഛന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിൻ്റെ സെൻറ്ററിൽ എവിടെയെങ്കിലും ഒരെണ്ണം തുടങ്ങണമെന്ന്. അവിടെ CMIക്കാർ സ്ഥലവും തന്നു, സാഗരി. ഇവിടെയും CMIക്കാരാണ്. CMIക്കാരന്ന് നീലഗിരിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഒത്തിരി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്താണ്. അപ്പോൾ അവർ അവിടെ സ്ഥലമൊക്കെ തന്നു, അവിടെ വീണ്ടും തുടങ്ങി. രോഗികളോടുള്ള അതിരറ്റ കരുണയാണ് ഗൂഡല്ലൂരിൽ ഹോസ്പിറ്റൽ തുടങ്ങുവാൻ കാരണമായത്. ജാതിമതഭേദമന്യേ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ ആതുര സേവന രംഗത്ത് ശുശ്രൂഷ നൽകാൻ ഇവർക്ക് പ്രചോദനമേകുന്നത് രോഗികളോട് യേശു കാണിച്ച കരുണയാണ്. ഇതിനിടയ്ക്ക് എൻ്റെ ഒരു അനുഭവം വളരെ രസാവകമായിരുന്നു. ഒരു പെസഹായിക്ക് ഇച്ചിരി സാധനമൊക്കെ മേടിക്കണം വേണ്ടിയിട്ട്
കുളത്തുവേലി വന്നു. കുളത്തുവേലി വന്നപ്പോൾ അവിടെ പൈസയൊന്നുമില്ല, തന്നില്ല. ഞാൻ തിരിച്ചെന്നാൽ നിലമ്പൂരിൽ നിന്ന് ഡോക്ടറാണ് എനിക്ക് വായ്പ തരുന്നത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ നേരത്തെ പെസഹായ്ക്ക് നാട്ടിൽ പോയി, കിട്ടിയില്ല. എൻ്റെ കൂടെ സിസ്റ്റർ പിൻസി, ഇപ്പോഴത്തെ സാൻജോസ് പ്രോവിൻസിൽ, ഞങ്ങൾ 2 പേരും കൂടെ വരുവാണ്. ചുരത്തെ വെച്ച് വണ്ടി കേടായി, രാത്രിയായി. വണ്ടി കേടായി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ആനയുള്ള സ്ഥലമാണ്. ഞങ്ങളവിടെ നിൽക്കുമ്പം ഒരു രക്ഷയില്ല. ഈ വണ്ടി വഴിക്കടവിൽ ചെന്ന് നന്നാക്കിയിട്ട് വന്നപ്പോൾ രാത്രി 10 മണി. ആ വണ്ടിയെ കയറി ഞങ്ങൾ ഗൂഡല്ലൂർക്ക് ചെന്നു. വലിയ പരിചയമൊന്നുമില്ല. ഗൂഡല്ലൂർ CMI ആശ്രമം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ടാക്സിക്കാർ പറഞ്ഞു ടാക്സി തരാം, ആനയുണ്ട് എന്നെല്ലാം പറയുന്നത്. നമുക്ക് പൈസ ഇല്ല കയ്യിൽ, ഇച്ചിരി 10 രൂപയേ ഉള്ളൂ. അതുകൊണ്ട് ഇനി എവിടെ എത്തും, വലിയ പിടിപാടില്ല അന്ന്. നടന്ന് ഈ ആശ്രമത്തിൽ ചെന്നു. ആശ്രമം പൊളിച്ചു കിടക്കുക. അപ്പം അച്ഛന് വിഷമായി. ഭക്ഷണമൊക്കെ തന്നിട്ട് ലാറ്റിൻ സിസ്റ്റേഴ്സ് ഉണ്ട് മേലെ ഗൂഡല്ലൂർ, അവിടേക്ക് നടന്നു പോകത്തില്ല, ഒരു 4 കിലോമീറ്ററുകളിൽ നടക്കണം. അത് അവിടെയൊക്കെ ആന ധാരാളമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അച്ഛനൊരു ടാക്സി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പറയാനുള്ള ചെറുപ്പമല്ലേ, പിന്നെ ഇങ്ങനെ ഉള്ളിലൊരു അപകർഷാബോധം എപ്പോഴും ഞങ്ങളില്ലാത്തവരാ, അതാരെയും അറിയിക്കരുത്. കാരണം അന്ന് പോലും ഞങ്ങളുടെ അച്ഛനെ പലരും വിമർശിക്കും. കുറേ പെണ്ണുങ്ങളെ എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതുങ്ങൾ പട്ടിണിയാണോ ജീവിക്കാനുണ്ടോ എന്ന് അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ഞങ്ങളുടെ അച്ഛനെ പറ്റി പറയുന്നത് ഞങ്ങൾക്ക് സഹിക്കത്തേയില്ല. അതുകൊണ്ട് 10 ദിവസം പട്ടിണി കിടന്നാലും ആരോടും പറയുകയില്ല, ഞങ്ങൾ ഒരിക്കലും പറയുകയില്ല. അതുകൊണ്ട് അവിടെ ചെന്ന് ടാക്സി പിടിച്ചു. ടാക്സി കൊണ്ട് മടത്തി ചെന്നപ്പോൾ 12 രൂപ ചോദിച്ചു. 10 രൂപ ആകെ ഉള്ളൂ. എന്നിട്ട് ഈ തൊണ്ട ഇടറിയിട്ടൊന്നും, എന്നാലും ഭാഷ അറിയത്തില്ല. അപ്പോൾ ഒരു സിസ്റ്റർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ആരടാ പറഞ്ഞേ 12 രൂപ, 10 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ 10 രൂപ എടുത്തു കൊടുത്തു. എന്നിട്ട് രാത്രി മുഴുവന് സങ്കടം സഹിക്കുക. അപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു, പെസഹയല്ലേ പിറ്റേ ദിവസം, പെസഹയ്ക്ക് സാധനം മേടിക്കാൻ പോയ ആളാണ് ഇടവഴിയിൽ ഞങ്ങൾ 2. അപ്പോൾ പിന്നെ പോകരുത്, ഞങ്ങൾ വണ്ടി പിടിച്ച് തരാം, ഭയങ്കര ആനശല്യമുള്ള സ്ഥലമാണ്. വണ്ടി പിടിച്ചാൽ പൈസ കൊടുക്കാറുണ്ട്. രാവിലെ വന്നിട്ട് ഉടുപ്പ് മാറാനായിട്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പല പ്രാവശ്യം പൈസ എക്സ്ട്രാ ദൈവം തന്ന അനുഭവം ഉണ്ട് എനിക്ക്. എങ്ങനെയാണെന്ന് എന്നിട്ട് ഞാനിങ്ങനെ എടുത്തുടുപ്പ് 2 രൂപ ചാടി വന്നു. 2 രൂപയുടെ നോട്ട്. അതെടുത്ത് കൈ പിടിച്ചിട്ട് ഞങ്ങൾ ഉളുപ്പ് കൂട്ടി. ഭയങ്കര മഞ്ഞ അന്നത്തെ കാലത്ത്. ഈ അടുത്തൂടെ ആൾ വന്നാൽ പോലും കാണത്തുമില്ല, ആന ഉണ്ടെങ്കിലും കാണത്തില്ല. നമുക്ക് അങ്ങനത്തെ പേടിയൊന്നും ദൈവം അന്നേരം തന്നില്ല. വന്നു, ആശ്രമത്തിൽ വന്ന് കുർബാന കണ്ടു. കുർബാനയെ സംബന്ധിച്ചു. പെസഹ കാപ്പിയൊക്കെ അച്ഛൻ തന്നു. ഞങ്ങൾ പോകും അച്ഛാന്ന് പറഞ്ഞ് പോന്നു. ഈ 2 രൂപ കൊണ്ട് എവിടം വരെ എത്താമെന്നറിയില്ല. അപ്പോൾ അവിടെ ഒരു മലയാളി ചേട്ടനുണ്ട്. ആ ചേട്ടനോട് ഞാൻ ഇവിടുന്ന് 1 രൂപ പോയിൻ്റ് ഉണ്ടല്ലോ, ആ സ്ഥലത്തിൻ്റെ പേരെന്നാണ്. ഞങ്ങൾ 2 പേരല്ലേ. അന്നേരം അയാൾ ഒരു വഴി പറയും, ഒരു സ്ഥലം പറയും. ഞങ്ങൾ അവിടം വരെയും ബസ്സിന് വന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി 30 കിലോമീറ്റർ ഉണ്ട് ഗൂഡല്ലൂർ. കുറച്ച് സ്ഥലമേ ഞങ്ങൾ വന്നുള്ളൂ, ബാക്കി സ്ഥലം ഞങ്ങൾക്ക് നടക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഊഹം വെച്ച് അവിടെയല്ലേ, ഇങ്ങനെ ഊഹം വെച്ച് ഇങ്ങനെ അങ്ങ് പോവാം. തേയിലത്തോട്ടത്തിൽ കൂടെ ഞങ്ങൾ നടക്കുക. അപ്പം പറഞ്ഞു, ഇതാണ് നമ്മൾ കല്ലും മുള്ളും നിറഞ്ഞ വഴിയെ കുതിച്ചു മുന്നേറാന്ന് പറഞ്ഞില്ലേ, ഇതാ പിൻസി എന്ന് പറഞ്ഞു. ഞാൻ എന്നാൽ നമുക്ക് ആ പാട്ട് പാടാമെന്ന് പറഞ്ഞു. അപ്പോൾ പിൻസി ഞാൻ കല്ലും മുള്ളും നിറഞ്ഞ വഴിയെ കുതിച്ചു മുന്നേറാന്ന് വെസ്റ്റ് സ്റ്റേഷൻ്റെ ഒരു പാട്ടാണ്. ഇത് പാടി ഞങ്ങൾ രാത്രി ഒരു 8-9 മണിയായപ്പോഴത്തേക്ക് മഠത്തിലെത്തി. അപ്പോഴത്തേക്കും CMIക്കാർ സാധനം കൊടുത്തിട്ട് പെസഹപ്പമൊക്കെ പുഴുങ്ങി. അങ്ങനെ ഞങ്ങൾ നാടുകാണിലച്ഛൻ എന്ന് പറയും, അച്ഛനെല്ലാം കൊടുത്തായിരുന്നു. അങ്ങനെ പെസഹായിക്കാ നടക്കുക. പക്ഷെ അന്നേരം ഉണ്ടല്ലോ ഈ വിചാരമാണ്, മിഷനിൽ പോയാൽ ഇങ്ങനെ കഷ്ടപ്പെടണം, പട്ടിണി കിടക്കണം, ഇങ്ങനെയെല്ലാം ഒരു വെള്ളം പോലും കുടിച്ചില്ല, കയ്യിലൊന്നും ഇല്ലല്ലോ. അങ്ങനെ എന്നാണ് ഉള്ളിൻ്റെ ഉള്ളിലൊരു നല്ല സാറ്റിസ്ഫാക്ഷനാണ്. ഉദ്ദേശിച്ചതൊക്കെ ഓരോന്നോരോന്നായിട്ട് സാധിക്കുന്നു. പിന്നെ സ്വർഗത്തിലേക്കുള്ള കാൽപ്പാടുകളാണ് ഓരോ അടി. അങ്ങനെയൊക്കെ വിചാരിച്ച് ഒരു പരാതിയും തോന്നിയില്ല. എന്ന് പറഞ്ഞു. അന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഈ നടത്തിക്കുന്ന പരിപാടി എന്നെക്കൊണ്ട് പറ്റിയല്ല ഈശോ, എനിക്ക് വണ്ടിക്കൂലിക്കുള്ള വഴി എങ്ങനെയും തരണം. ഇന്ന് വരെ എനിക്ക് പൈസ ഇല്ലാതെ പല സന്ദർഭങ്ങളുമുണ്ട്, ഇതുവരെയും പൈസ ഇല്ലാതെ വന്നിട്ടില്ല. അത് പിന്നെ ഒരിക്കലും അത് വലിയൊരു ദൈവപ്പെട്ടെന്ന് കേട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട്. പിന്നെ ദൈവപരിപാലനയുടെ ഒരുപാട് ജീവൽ ആനപ്രശ്നം ഉണ്ടായി. മാനന്തവാടിയിലെ എല്ലാ മീറ്റിങ്ങിനും എന്നെ വിളിക്കുമായിരുന്നു. കാരണം സീറോ മലബാർ സഭയുടെ ഏക മഠമാണ്. പിന്നെ ആ പ്രദേശത്ത് സീറോ മലബാറിൻ്റെ അച്ഛന്മാരുമില്ല.
അപ്പം പാസ്റ്റൽ കൗൺസിൽ, പിന്നെ സോഷ്യൽ വർക്ക് മീറ്റിങ് തുടങ്ങി എല്ലാത്തിനും വിളിക്കും. അപ്പം പോയിട്ട് തിരിച്ചു വരുമ്പം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ രാത്രിയാകും. രാത്രിയായി കഴിയുമ്പം പാട്ടവേൽ തുടങ്ങി ബെക്കി വരെ നടക്കാൻ പിന്നെ ഫോറസ്റ്റിനകത്തൂടെ വേണം പോകാൻ. ഈ ഫോറസ്റ്റിനകത്തൂടെ പോകുമ്പം എന്നാന്ന് ചോദിച്ചാൽ ആന ഒത്തിരി ഉണ്ട്. അപ്പോൾ പ്രസവം എടുക്കാൻ പോകുമ്പോഴൊക്കെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്നവർ പറയും, സിസ്റ്റർ ആന മണക്കുന്നുണ്ടത്. ഞാനും പറയും എനിക്ക് മണം അറിയില്ല എന്നാന്ന്. ചിലർ പറയും ഇതാ സർപ്പം മണം, പാമ്പ് മണക്കുന്നുണ്ടോ കേട്ടോ സിസ്റ്റർ, ഇവിടെ എവിടെയോ ഉണ്ട്. ഞാനും പറയും എനിക്കിത് മണം അറിയില്ല. ഈ ഫോറസ്റ്റിന് നടക്കി ചെന്നപ്പോൾ എനിക്കൊരു തോന്നല്, അയ്യോ ആന മണക്കുന്നുണ്ടല്ലോ, ഇവിടെ എങ്ങാണ്ടുണ്ട്. മഞ്ഞ 6 മണിയോടായി. ഞാൻ ഇങ്ങനെ കണ്ണടച്ച് ഓടിയാലും കണ്ണ് തുറന്ന് ഓടിയാലും ഒരുപോലെയാണ്, വഴി കാണത്തില്ല. എന്നാലും ഞാനിങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, അത് തലയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഓടുക. ഓടിയിട്ടൊരു കുന്നിറങ്ങുന്നിടത്ത് തെരുവക്കുന്നാണ്. അവിടെ വന്നപ്പോൾ ഈ അസ്തമ സൂര്യൻ്റെ വെട്ടെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഒരു പ്രകാശം അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ദൂരെ ഒരു പുഴയെ കുളിച്ചുകൊണ്ടിരുന്ന ചേട്ടത്തി കണ്ടു. അന്നേരം ചേട്ടത്തി ഉടനെ ചേട്ടനെ വിളിച്ചു, എൻ്റെ മനുഷ്യനെ മദർ കാട്ടിൽ കൂടി ഓടുന്നു തോന്നുന്നു, നിങ്ങളൊന്ന് ചെല്ലാൻ പറയും. അപ്പോൾ ഈ പാപ്പച്ചൻ ചേട്ടൻ ഓടി വന്നു. മദറിനെ കണ്ടു, പിന്നെ കാണുന്നില്ലെന്ന് പറഞ്ഞു ചേട്ടത്തി. അത് ഇരുട്ടായിട്ടാണ് കാണാത്ത. ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇരുന്നു വയലിൽ ഇങ്ങനെ ചേട്ടൻ പിന്നെ എന്നെ കയ്യെ പിടിച്ച് പാലമൊക്കെ കടത്തി ഈ സാധനം എല്ലാം എടുത്ത് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഐസ് പോലെ തണുത്തിരിക്കുക. അപ്പം ചേട്ടത്തി വേഗം ചൂടുവെള്ളം അടുപ്പത്ത് വെച്ച് തുണി കൊണ്ട് എന്നെ ചൂടൊക്കെ ആക്കി ചൂട് കഞ്ഞി തന്നു. ആന വരുന്ന കണ്ടുകൊണ്ട് ഞാൻ ഇവിടുന്ന് ചേട്ടനെ പറഞ്ഞു വിട്ടു. ചേട്ടൻ ചെന്നപ്പോഴേ ആന പോയി. സിസ്റ്റർ അവിടുന്ന് വിളിച്ചുകൊണ്ട് വന്ന് സിസ്റ്റർ എങ്ങാണ്ടെല്ലാം ഉരുണ്ട് വീണ് ഇവിടെ വന്ന് പിന്നെ ചൂടുവെള്ളമൊക്കെ അനത്തി കൊടുത്ത് ചൂടും പിടിച്ച് അന്ന് ഇവിടെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ പിന്നെ പിള്ളേരെന്ന് പറഞ്ഞാൽ മൂത്ത ചേർക്കനായിരുന്നു, അവനും കൊണ്ടുവിടുകയത് മഠത്തിൽ. അന്ന് ഫോണൊന്നുമില്ലല്ലോ, വിളിച്ച് പറയാൻ ഇവിടെ ഉണ്ടെന്ന് പറയാനൊന്നും പറ്റുകയില്ലല്ലോ. അങ്ങനത്തെ കാലാവസ്ഥ. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പെര ആന വലിച്ചതൊക്കെ ഒരു വശം മുഴുവനും പൊളിച്ചു പോയി. അന്നേരം ആന പെര വലിക്കുന്ന സമയത്ത് ഞങ്ങൾ മണ്ണെണ്ണപ്പന്തം കത്തിച്ച് പെരയ്ക്കകത്ത് നിൽക്കുക. ആനയുടെ തുമ്പിക്ക ഈ പെരയ്ക്കകത്തോട്ടാണ് വന്നത്. ചേട്ടൻ ഇവിടെ നിന്നും കൊണ്ട് കൂവുകയുമാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് പെരയ്ക്കകത്ത് കയറി പോരെ, ഇവിടെ ആന വന്ന് നിൽക്കുന്നത്, ഇവിടെ നിന്നും കൊണ്ടാണ് പെര വലിച്ചത്. സിസ്റ്റർ കുന്നിലാടി മഠത്തിൽ ചെന്ന് ഒരുപാട് രോഗികളെ രക്ഷിച്ചു. ചിലപ്പോൾ സൗജന്യമായിട്ട് നിവൃത്തിയില്ലെങ്കിലും സാധുക്കൾക്കൊക്കെ മരുന്ന് വെറുതെ കൊടുക്കും. സാധുക്കളോടൊന്നും പൈസ സിസ്റ്റർ മേടിക്കുകയില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഉപകാരം ഒത്തിരി ചെയ്തിട്ടുള്ളതാണ്. സിസ്റ്റർ ഈ കാലയളവിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യവും മറ്റു ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ചല്ലോ, അതെങ്ങനെയാണ് തരണം ചെയ്തത്? അതെങ്ങനെ തരണം ചെയ്തത് ഞാനും ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ അന്ന് എനിക്ക് അങ്ങനത്തെ എനിക്കല്ല എൻ്റെ സഹോദരിമാർക്ക് ആർക്കും അങ്ങനെ ഒന്ന് കഴിയുമ്പോൾ അതിലും വലിയൊരെണ്ണമായിരിക്കും വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഓരോന്നിനും പുറകെ ഒന്നായിട്ട് രാത്രിയിൽ പ്രസവം എടുക്കാനും മറ്റ് രാത്രി സീരിയസ് ആയിട്ട് ഏക ആശ്രയം 9 കിലോമീറ്ററിനുള്ളിൽ ഈ ഡിസ്പെൻസറി മാത്രമേ ഉള്ളൂ, ഞങ്ങളുമേ ഉള്ളൂ. വേറെ ഒന്നും ഗവൺമെൻറ്റിൻ്റെ യാതൊരു സംവിധാനങ്ങളും അന്ന് ഇല്ലല്ലോ. പിന്നെ സാമ്പത്തികമായിട്ടില്ല. അങ്ങനെ എല്ലാം വിഷമിക്കുന്നൊരു ആൾക്ക്. അന്ന് വിഷമം ഒത്തിരി ഉണ്ടല്ലോ. സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേക ജനതയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സിസ്റ്റേഴ്സിനെ സംരക്ഷിക്കുക എന്നൊരു ഉത്തരവാദിത്വം തന്നെ അവർക്കുണ്ടായിരുന്നു കേട്ടോ. തന്നെത്താൻ പോവുകയാണെങ്കിൽ കൊണ്ടുവിടുക, പിന്നെ കൂട്ടിക്കൊണ്ട് പോയേച്ച് തിരിച്ചുകൊണ്ട്. ഞാനും സിസ്റ്റർ റെനിയും കൂടെ പ്രസവമൊക്കെ എടുത്ത് ഒരു ആദിവാസി വീട്ടിൽ നിന്ന് ഇങ്ങനെ പോരുക. 1 മണി രാത്രിയായി. അപ്പോൾ അവിടെ ഒരു കൂളിവയലെന്നും പറഞ്ഞൊരു വയലുണ്ട്, കൂളിവയൽ എന്നാണ് പറയുന്നത്. അവിടെ ഇങ്ങനെ യക്ഷി നമുക്ക് ഇങ്ങനെ വയലിൽ താത്തി കളയുമെന്നൊക്കെ. അപ്പോൾ വയലിലിറങ്ങിയപ്പം ഞാൻ ഓർത്ത് കൂളിവയൽ എന്നോർത്ത് വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി. റെനിയോട് പറഞ്ഞില്ല, റെനി ധൈര്യമായിട്ട് പൊക്കോട്ടെ, ഞാൻ ഏതായാലും ചെല്ലി വിറച്ച് പോകാതാണ്. റെനി ഓർത്തു. റെനി എന്നോട് പറഞ്ഞില്ല. റെനി പറഞ്ഞു ഏതായാലും ഞാൻ പേടിച്ചു, സിസ്റ്റർ പേടിക്കാതെ പൊക്കോട്ടെ. അങ്ങനെ ഞങ്ങൾ പോരുക. അങ്ങനെ പോരുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം ഒരു വലിയ നെല്ലാണ്. നെല്ല് ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചവിട്ടിയാണ് ഈ താന്നു പോയിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം വയലിൽ, ഞാനും മറ്റേ സിസ്റ്ററൊക്കെ നമുക്ക് പരിചയമില്ലാത്ത വയലിൽ കൂടെ പോകുമ്പോൾ താന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് നെല്ല് കൂട്ടി ചവിട്ടി വരുക. അപ്പോൾ ഒരു വെളുപ്പ് കണ്ടു. ഞാനും കണ്ടു, റെനിയും കണ്ടു. പരസ്പരം മിണ്ടിയില്ല. എനിക്കും തോന്നി യക്ഷിയുണ്ട്. റെനിക്ക് തോന്നി യക്ഷിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും മിണ്ടാണ്ട് പ്രാർത്ഥിച്ചിങ്ങ് വരിക. വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി കഴിഞ്ഞപ്പോൾ യക്ഷിയെ കണ്ടില്ല, വെളുപ്പ് പോയി. എന്നിട്ട് ഞങ്ങൾ
ഇങ്ങനെ ഓട്ടിപ്പോരുക. ടോർച്ചൊന്നും വന്നില്ല കേട്ടോ, നമുക്ക് ടോർച്ച് ഉപയോഗിക്കാൻ ഇങ്ങനെ വരുവാണ്. കുറച്ച് കഴിഞ്ഞ് ഷൂ ഷൂ എന്നൊരൊച്ച കേൾക്കാം ഈ വയലിൽ. അന്നേരം യക്ഷി ഒച്ചയിടുന്നുണ്ട്, എന്നാലും വേണ്ടില്ലെന്ന് ഓർത്ത് ചാടി ഇക്കര കയറി. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളുടെ അച്ഛനോട് പറഞ്ഞു, നാടുകാണിലെ അച്ഛനോട് പറഞ്ഞു, CMI അച്ഛൻ ഇങ്ങനെ ഞങ്ങൾ യക്ഷിയെ കണ്ടു കേട്ടോ, അവർ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിയപ്പോൾ യക്ഷി പോയി, പക്ഷേ അതൊരു ഒച്ചയിടുന്ന കേട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനതൊന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചു. ഇന്നലെ ആ വയലിൽ കൂടി ആരെങ്കിലും 1 മണി രാത്രി പോയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ പലരോടും ചോദിച്ചു. അന്നേരം ഉണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹം PDC പഠിച്ചിട്ടുണ്ട് ദേവഗിരി കോളേജിൽ നിന്ന്. അപ്പോൾ അയാളിങ്ങനെ കുടിച്ചിട്ട് വന്നപ്പോൾ നമ്മളെ കണ്ടപ്പോൾ നെല്ലി വീണുപോയി. എന്നിട്ട് അയാൾ എക്സ്ക്യൂസ് മീ സിസ്റ്റർ എന്ന് പറഞ്ഞതാണ് ഈ ഷൂ ഷൂ എന്നുള്ള ഒച്ച. അങ്ങനെയൊക്കെ ഞങ്ങൾ പേടിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി പേടിച്ചിട്ടുണ്ട് പല സ്ഥലത്ത്. പേടിച്ചാൽ ആ പേടി നീണ്ടു നിൽക്കുന്നില്ല, അത് ഓർത്ത് ഇരിക്കാനും നേരമില്ല. അതങ്ങനെ അങ്ങ് തീർന്നു. പിന്നെ അത് എൻജോയ് ചെയ്യുക, അത് പറഞ്ഞ് കമ്മ്യൂണിറ്റി പറഞ്ഞ്, അല്ലെങ്കിൽ നാട്ടുകാർ യക്ഷിയെ കണ്ട സിസ്റ്റേഴ്സ് എന്ന് അവർ പറയും. യക്ഷിയെ ഞങ്ങളെ കാണുമ്പോൾ തമാശയായിട്ടേ യക്ഷിയെ കണ്ട സിസ്റ്റേഴ്സ്, അങ്ങനെയൊക്കെ എല്ലാം തമാശക്കൂടി അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അന്നൊന്നും അങ്ങനെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ കഷ്ടപ്പെടുവാണെന്നോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ അതിലും ഭയങ്കര ഉണ്ടായിരുന്ന അടിയന്തരാവസ്ഥയായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ഡിസ്പെൻസറി നടത്തുന്നത് അത്ര എളുപ്പമല്ല. അലോപ്പതി മരുന്നുമല്ലേ, വ്യാജ ഡോക്ടേഴ്സിനെ പിടിക്കുന്നുമുണ്ട്. ആ കാര്യത്തിൽ എൻ്റെ മുൻഗാമി ഒരു ഡോക്ടറായിരുന്നു. അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ എല്ലാവരും എന്നെ ഡോക്ടർ എന്നാണ് വിളിക്കുന്നത്, ഡോക്ടർമാർ. അത് പിന്നെ ക്ലാരിഫിക്കേഷനൊന്നും പോയില്ല കേട്ടോ, ഞാൻ എന്തായാലും ആട്ടെ. പിടിച്ചാൽ ഞാൻ വ്യാജ ഡോക്ടറാണ്. ഒരു മരുന്ന് കൊണ്ടുവരാൻ പറ്റിയല്ല കേരളത്തിൽ നിന്ന് കൊണ്ടുവരണം. ഇതെല്ലാം വലിയ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ അന്നേരം ഉണ്ടല്ലോ ഈ അവിടുത്തെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് അനുകൂലമായിരുന്നു. സിസ്റ്റർ എന്തെങ്കിലും ചെയ്തോ, ഞങ്ങൾ കുറച്ച് ട്രിപ്പിളും പോളിയോയും ഒത്തിരി പേർക്ക് ഈ നിലങ്കാരി ചുമ പിന്നെ പോളിയോ വന്നവരൊക്കെ ഉണ്ട്. ഞങ്ങൾക്കൊന്നും അവിടെ വന്ന് ഇത് കൊടുക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് സിസ്റ്റർ ചെയ്യുന്നില്ല പറഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് മരുന്ന് തരും, നമ്മളിത് കൊടുക്കും. എന്ത് വന്നാലും അവർ ഉണ്ട്. നല്ലൊരു 9 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഡോക്ടറും 6 ബെഡുമുള്ള ഒരു PHC ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 30 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ചെറിയ ആശുപത്രിയുണ്ട്, 3-4 ഡോക്ടറൊക്കെ ഉണ്ട്, ബെഡ് കുറവായിരുന്നു. അപ്പോൾ എന്താണ്, അവർ നമുക്ക് സപ്പോർട്ടുണ്ടെന്നുള്ളൊരു ബലം ഉണ്ടായിരുന്നു. ജനങ്ങളും ഉണ്ട്. പല കേസിലും ഞാൻ കുടുങ്ങേണ്ടതാണ്. അവിടെയൊക്കെ ആൾക്കാരാണ് രക്ഷപ്പെടുത്തി. ഒരാൾക്കൊരു ഇഞ്ചക്ഷൻ കൊടുത്തേച്ച് പോയ വഴിക്ക് അടിയുണ്ടായി. ഒന്ന് പഞ്ചായത്ത് മെമ്പറും ഒന്ന് ആ നാട്ടിലെ ഒരു വലിയ പ്രമാണിയും തമ്മിലാണ് അടിയുണ്ടായി. കേസ് മൂത്ത് കോടതിയിൽ എത്തി. അവസാനം പിന്നെ വാദിച്ചപ്പം ഇന്ന സിസ്റ്ററിൻ്റെ അടുത്തുനിന്ന് ഇഞ്ചക്ഷൻ മേടിച്ച് വന്ന വഴിയാണ് അടിയുണ്ടായത്. അപ്പോൾ സിസ്റ്ററിനെ വിളിക്കുകയല്ലേ. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി സിസ്റ്ററിനെ ആളെ വിളിക്കേണ്ടതെന്ന് ഇവരിവിടെ വന്നു പറഞ്ഞു. നാട്ടുകാർ പറഞ്ഞു സിസ്റ്ററിനെ ഒരിക്കലും കോടതി കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നാ മാർഗം, കേസിൻ്റെ പരമാവധിയിലെത്തി. 2 പേരും തോക്കാൻ തയ്യാറല്ല. 2 ഹിന്ദുക്കളാണ്. എന്നിട്ട് പഞ്ചായത്ത് മെമ്പർ ഒരാൾ ആ നാട്ടിലെ പ്രമാണം. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും സിസ്റ്ററിനെ കോടതി കയറ്റണ്ട, ഞങ്ങളങ്ങനെ ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞു. വലിയൊരു കേസിൽ നിന്ന് അവരെ ശിക്ഷയില്ലാതെ. അവിടെ എല്ലാം നമുക്ക് തന്ന ശരിക്കും ഒരു സംരക്ഷണമായിരുന്നു, ആളുകളുടെ സംരക്ഷണം. പിന്നെ അവരുമായിട്ട് എപ്പോഴും ഇങ്ങനെ യോജിച്ചല്ലേ. മഠത്തിൻ്റെ ഒരു സെപ്പറേഷനോ അല്ല വീട്ടുകാരുടെ അങ്ങനെ വന്നില്ല. വർഗീച്ചൻ പറഞ്ഞിട്ടുണ്ട് ഓരോ കുടുംബവും മഠമാണെന്ന് ഓർക്കണമെന്ന് ഒരു കത്തിലെഴുതിയിട്ടുണ്ട്. ഓരോ കുടുംബവും മഠത്തിലെ ആൾക്കാരായിട്ടാണ് അന്ന് അച്ഛൻ പറഞ്ഞതിൻ്റെ വിളിച്ചില്ല. അങ്ങനെ സംഭവിക്കുക. കാരണം ഇതൊക്കെ എന്ന് പറയുന്ന ഒരാളുടെ പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയിട്ടല്ല മിഷൻ പ്രവർത്തനം. ദൈവം നയിക്കുന്നതിലേ അങ്ങ് പോകുക. അതാണ് മിഷൻ പ്രവർത്തനം. അല്ലാതെ ഈ കൊല്ലം ഇത്രയും കാര്യം ചെയ്യും, ഈ കൊല്ലം ഇത്രയും അങ്ങനെ ഒരു ഇല്ല യഥാർത്ഥ മിഷനറിക്ക്. പിന്നെ വല്ല ഫണ്ടൊക്കെ മേടിച്ചിട്ട് പ്ലാൻ ചെയ്യും. ഇതൊന്നുമില്ല. ദൈവം അയച്ചു പോയി, അടുത്ത് വരുന്നതിന് ദൈവം പറയുന്ന പോലെ നിർവഹിക്കുക, അത്രയേ ഉള്ളൂ. ഉദാസീനത പാടില്ല. കാരണം ദൈവം പ്രചോദിപ്പിക്കുന്നതിന് ശരിയായ നിങ്ങൾ നല്ല പ്രവർത്തികൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാണ് രാവിലെ പ്രാർത്ഥിക്കുന്നത്. വൈകുന്നേരത്തെ നെറ്റിയിലെ വിയർപ്പുണ്ട്. അത് കൃഷിയാകാം, അധ്വാനമാകാം, ഭവനങ്ങൾ സന്ദർശിച്ചതാകാം, പ്രസവം എടുത്തതാകാം, ഈ രോഗി ശുശ്രൂഷയാകാം,
അത് പിന്നെ നമുക്ക് ജാതിയും മതമൊന്നും നോട്ടമില്ലല്ലോ, എല്ലാവരും വിളിച്ചുകൊണ്ട് പോയാൽ എല്ലാവർക്കും അമ്മ. അത് ഞാൻ സുവിശേഷത്തിൽ പറഞ്ഞത് ശരിക്കും അർത്ഥവത്താണ്. ഒരപ്പനെയും അമ്മയും ഉപേക്ഷിച്ച് പോയാൽ എത്ര അപ്പന്മാരും അമ്മമാരും സഹോദരങ്ങളെ ഉപേക്ഷിച്ച് 3 പേരെ ഉപേക്ഷിച്ചു, പക്ഷേ ഇതുമാത്രം സഹോദരങ്ങളാണ്. അതങ്ങനെ തന്നെ നമുക്ക് അനുഭവപ്പെടും. അതാണ് ഒരു മിഷണറിയുടെ ഇത്. ചെറുപ്പകാലത്ത് സിസ്റ്ററുടെ മനസ്സിലുണ്ടാവുന്ന മിഷണറി ആവുക എന്നുള്ളൊരാഗ്രഹം ഗൂഡല്ലൂരത്തെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ അത് അന്വർത്ഥമായി എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും ഈ മിഷണറി എന്നുള്ള ഉള്ളിലെ ഇരിപ്പ്. പിന്നെ രണ്ടാമത് ഓരോ പ്രവർത്തനത്തിൽ ഈ രാവിലത്തെ പ്രാർത്ഥന, നിങ്ങൾ നല്ല പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ, അതുകൊണ്ട് പ്രവർത്തനത്തെ നമ്മളെപ്പോഴും ഒരു ഉൾക്കാഴ്ചയോടെ കാണാൻ നമ്മളെ ദൈവം അനുവദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേറൊന്നാണ് നമ്മുടെ നോയ്സ് മിസ്റ്റേഴ്സ് പറയുന്നത്, നമ്മുടെ ഓരോ കാൽവെപ്പും സ്വർഗത്തിലേക്കുള്ളതാണെന്ന് പറഞ്ഞു. അത് ഞാൻ മറക്കാറില്ല. ചെറുപ്പത്തിലേ കേട്ടത് അതുകൊണ്ട് വഴിതെറ്റി പോകാതെ ഇരിക്കാൻ ദൈവം ആ വിചാരം നമ്മൾ പോകുന്നതായിരിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ മിഷൻ പ്രവർത്തനത്തിൽ ഒത്തിരി മറ്റു തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും അതും ഇതൊക്കെ വരാനും അപകടത്തിൽ ചാടാതിരിക്കാൻ ഏറ്റവും സഹായമായത് ഓരോ സ്റ്റെപ്പും സ്വർഗത്തിലേക്കാണ്, അല്ലാതെ വേറെ തിന്മയായ വഴികളിലല്ല. ബന്ധങ്ങൾ, പ്രവൃത്തികൾ, കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം നമ്മളെ നിയന്ത്രിക്കുന്നത് ഈ ദൈവോന്മുഖമായ ഒരു സഞ്ചാരം എന്നുള്ള ഫീലിങ്സ് നമ്മളെ ഒത്തിരി സഹായിക്കും. പിന്നെ വേറൊന്ന്, സഭയിൽ നിന്ന് എന്തു വന്നാലും എനിക്ക് ഈ സഭ ദൈവം തന്നല്ലോ എന്നുള്ള ഒരു കൃതജ്ഞതാ മനോഭാവം ദൈവത്തോടുണ്ട്. ഈ സഭയിലായതുകൊണ്ടാണ് ഞാനിങ്ങനെ, ഈശോ എന്നോട് ഇങ്ങോട്ട് വിളിച്ചല്ലോ, ഞാനൊരു മിഷനറി ആണല്ലോ, സഭയുടെ പേര് മിഷനറി എന്നുകൊണ്ടുള്ള അതും ഇഷ്ടമാണ്. പിന്നെ മിഷനിലേക്ക് തന്നെയാണ്. മാനന്തവാടി രൂപത ഒരു മിഷൻ രൂപത തന്നെയായിരുന്നു. മാനന്തവാടി രൂപതയിലെ ആദ്യത്തെ പിന്നെ ബിഷപ്പിന് തന്നെ മിഷൻ കാഴ്ചപ്പാടായിരുന്നു മുഴുവനും. അത് എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും സ്വാധീനം ചെലുത്തുകയും എന്നിൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടുള്ള ഈ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമായിട്ട്, അങ്ങനെ ഒരു ദുഃഖകരമായ അനുഭവമായിട്ട് എനിക്ക് അന്നും ഇല്ല, ഇന്നുമില്ല. ഇതിനെപ്പറ്റി പറയുമ്പോൾ ചിലരുടെ വിഷമ സാഹചര്യം പറയുമ്പോൾ കരച്ചിൽ വരും. എനിക്ക് അങ്ങനെ ഒരു വരത്തേ ഇല്ല. കാരണം അത് ഉള്ളിൽ കുറേ ആനന്ദമാണ്. ഞാൻ വീട്ടിലേക്ക് കത്തൊക്കെ എഴുതുമ്പോൾ ഞാൻ എഴുതും, ഞാനിപ്പം നല്ലൊരു മിഷനറി ആകട്ടോ, പ്രാർത്ഥിക്കണം. അത് കേൾക്കുമ്പോൾ അവർക്ക് നല്ലൊരു അങ്ങനെ എഴുതും വരുന്നത്. അപ്പം ചാച്ചൻ ആഴ്ചയിൽ ഒരു കത്തെഴുതും, നല്ല മിഷനറി ആണെന്ന് എഴുതിയല്ലോ, അങ്ങനെ തന്നെ ആയിരിക്കണം, ഇങ്ങനെ എഴുതും. എനിക്ക് കാണാൻ വളരെ ആഗ്രഹമുണ്ട്. സഭയുടെ നിയമം അനുസരിക്കുമെങ്കിൽ ഒന്ന് വരണമെന്ന്. പക്ഷേ എനിക്ക് ചാച്ചൻ്റെ ആഗ്രഹം പോലെ പോകാൻ സാധിച്ചില്ല. അതിനും എനിക്ക് ദുഃഖമില്ല. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ മരിച്ചവരെ അടക്കട്ടെ എന്ന് എൻ്റെ ആങ്ങളമാർ നല്ലപോലെ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ അപ്പോൾ ഒരു ദിവസം എൻ്റെ വല്യമ്മ പറഞ്ഞു, ഞാൻ നേർന്നുണ്ടായ മകളാണ്, നിന്നെ കാണാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്, നീ ഒരിക്കലും വരികയല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മയ്ക്കൊരു നല്ല മരണം കിട്ടും. എങ്ങനെയാണ് കിട്ടുന്നത്? അതെങ്ങനെയാണ് കിട്ടുന്നത്? അതോ ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഈ പല മക്കളും അമ്മമാരെ നോക്കുന്നില്ല, അവർക്കൊരാശ്വാസം പകരുക, അവർക്ക് ആവശ്യമായ ചികിത്സ കൊടുക്കുക, വാർദ്ധക്യത്തിൽ ഇച്ചിരി എണ്ണയും കുഴമ്പും വേദനയ്ക്കൊരു ഗുളിയെ ഇതൊക്കെ കൊടുക്കുന്ന അവർക്ക് വലിയ, ഞാനങ്ങ് കിള്ളുമ്പോൾ എൻ്റെ മോള് വന്നല്ലോ എന്നാണ് ആദ്യം പറയുന്നത്. അമ്മ പറയുന്ന അതേ വാക്ക് എനിക്ക് 100 അമ്മമാർ പറയുന്നുണ്ട്. അതുകൊണ്ടുണ്ടല്ലോ, അതേസമയം ഞാൻ അമ്മയെ രക്ഷിച്ചാൽ ശരിക്കും ഈശോ അവിടെ വരികയില്ല. ഇതിപ്പോൾ ഞാൻ ഈശോയെ ഏൽപ്പിച്ച ജോലി ചെയ്യുമ്പോൾ അമ്മയുടെ കാര്യം നോക്കാൻ മാതാവും യോസേപ്പിതാവും എല്ലാവരും വരുന്നു. അതുപോലെ തന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ട് 100ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു. എൻ്റെ സ്വന്തം അമ്മ 97ാമത്തെ വയസ്സിലാണ് മരിക്കുക. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പോയ ജോലി ചെയ്താൽ, വിശ്വസ്തമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം. ഞാൻ ഒരിക്കലും എൻ്റെ മാതാപിതാക്കൾക്ക് രോഗമായിട്ടോ, അപ്പോൾ അവർക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്, ഒറ്റ മകളല്ലേ വരണം എന്നൊക്കെ. പക്ഷേ ചാച്ചൻ അന്നേരവും പറയും കേട്ടോ, നമ്മളങ്ങനെ ആഗ്രഹിക്കരുത്. അമ്മച്ചിയോട് പറയാം, നമ്മളങ്ങനെ ആഗ്രഹിക്കരുത്, അവളെ നമ്മൾ വിട്ടുകൊടുത്തല്ല, അവൾ വിശ്വസ്തയായിട്ട് നിൽക്കുവാണെങ്കിൽ പിന്നെ അതാണ് നമ്മുടെ ലക്ഷ്യം. അവർ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് വേണ്ടിയും അച്ഛനായ ആങ്ങളയ്ക്ക് വേണ്ടിയും അപ്പനും അമ്മയും പ്രത്യേക നോമ്പ്
പിന്നെ 8 നോയമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കൂടുതൽ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഞങ്ങളവരെ രക്ഷിച്ചില്ലെങ്കിലും ദൈവം അവരെ നല്ലപോലെ പരിപാലിച്ചു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്മച്ചി പറഞ്ഞു, കുഞ്ഞുമേരി പറഞ്ഞ പോലെ തന്നെ വല്യമ്മച്ചി വർത്താനം പറഞ്ഞ് മരിച്ചില്ല 100-ാമത്തെ വയസ്സ്. അന്നേരം ഞാൻ പറഞ്ഞു അമ്മച്ചി അങ്ങനെ മരിക്കും. ഞാൻ എൻ്റെ പറയാം അതുപോലെ അമ്മച്ചിക്ക് അത് അറിയത്തില്ല, എന്നാലും അമ്മച്ചി അങ്ങനെ മരിച്ചു. 2 പേരും മരിക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പ് ഞാൻ അവിടെ എത്തി എന്നുള്ളത് വാസ്തവമാണ്. വല്യമ്മ മരിച്ചു കഴിഞ്ഞാൽ എത്താനൊത്തത്. അവരുടെ മരണത്തിന് ഇങ്ങനെ എന്നോട് പറയുന്നവർ കരയും. അമ്മ ഒത്തിരി അയലോക്കന്മാരെ കരഞ്ഞുകൊണ്ട് പറയും, മോളെ നിന്നെ കാണാൻ അമ്മ ഒത്തിരി ആഗ്രഹിച്ചു, അമ്മ കരഞ്ഞു എന്നൊക്കെ. എനിക്കൊരു കരച്ചിലുമില്ല, കാരണം എന്നെ വിട്ടത് എൻ്റെ ദൈവം വിളിച്ചതല്ലേ. അമ്മയ്ക്ക് അതേപോലെ കഞ്ഞി കിട്ടിയില്ല, നോക്കാൻ ആളില്ല, അതങ്ങനെയൊന്നും സംഭവിച്ചു. അമ്മയ്ക്ക് എല്ലാ മാതാപിതാക്കൾക്ക് എല്ലാ സൗഭാഗ്യത്തോടു കൂടി അവർ മരിച്ചത്. എനിക്ക് പൂർണ്ണ സംതൃപ്തിയാണ്. ഈ സഭയോടുള്ള സ്നേഹം, എൻ്റെ ദൈവവിളിയോടുള്ള സ്നേഹം, എൻ്റെ ഈ ഫീൽഡിനോടുള്ള സ്നേഹം, കർത്താവ് എനിക്ക് ഉചിതമായ ഒരു ഫീൽഡ് തന്നു. അത് കാലഘട്ടം അന്ന് 75, 10, 40 വർഷം മുമ്പുള്ള അന്നത്തെ പോലെ ക്രൈസിസ് ഇന്നും ഉണ്ട്. അതാണ്. പിന്നെ വയനാട്ടിൽ ആർക്കും മരുന്ന് കൊടുക്കാൻ പറ്റാത്ത അരുവാൾ രോഗം. നിങ്ങൾക്ക് ആ രോഗികളുമായിട്ട് സംസാരിക്കാനിട വന്ന് അറിയാം. എത്ര വളരെ നിസ്സാരമായ മരുന്ന് കൊടുത്തിട്ട്, എന്ന് പറഞ്ഞാൽ ഊഹം വെച്ചൊന്നുമല്ല കേട്ടോ കൊടുക്കുന്നത്. ഓരോ സസ്യത്തെപ്പറ്റി അതിന് പഠിക്കാനാണ്. അത് ദൈവം എന്നെ ഒരുക്കി കേട്ടോ. ഒന്ന് ലാബ് പഠിച്ചപ്പോൾ ഈ രോഗത്തെപ്പറ്റി പഠിച്ചു, അതിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി. രണ്ടാമത് എനിക്ക് ഗവൺമെൻറ്റിൻ്റെ ഒത്തിരി പ്രോഗ്രാമിൽ എന്നെ സെലക്ട് ചെയ്തായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാം. ഔഷധ സസ്യങ്ങളുടെ കാര്യത്തിൽ ഞാനാണ് ആദ്യം ഔഷധ സസ്യത്തെ പറ്റിയുള്ള ക്ലാസ്സുകൾ 83 ഈ കേരളത്തിൽ വ്യാപിപ്പിച്ചത്. അന്ന് അത് കേട്ടുകൊണ്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റെ അടുത്ത് വരുന്നത്. സിസ്റ്റർ അത് പേപ്പറിലൊക്കെ വന്നായിരുന്നു, ഇംഗ്ലീഷ് പേപ്പറിലുണ്ടായിരുന്നു. ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി ഇങ്ങനെ വർക്ക് ചെയ്ത് CHA വെളിപ്പെടുത്തി. അന്നേരം അത് കണ്ടിട്ട് അവരെൻ്റെ അടുത്തോട്ട് വരുമായത്. എന്നിട്ട് വാസ്തവത്തിൽ എന്നോട് ചോദിച്ച്, WSSലാണ് ഞാൻ ജോലി ചെയ്യുന്നത്, WSSൽ നിന്ന് പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു സെക്ഷൻ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ആയുർവേദ മരുന്നുകളുടെ അനന്ത സാധ്യതകൾ തിരിച്ചറിഞ്ഞ് രോഗികളെ ശുശ്രൂഷിക്കുവാൻ വേണ്ട സംവിധാനങ്ങൾ സിസ്റ്റർ ഇന്നസെന്റ് വഴിയായി ഈ സന്യാസ സമൂഹം ഒരുക്കിയിട്ടുണ്ട്. തന്റെ അടുക്കൽ വരുന്നവർക്ക് ചികിത്സാവിധികൾ നിർണയിച്ച് സൗഖ്യം നൽകുവാൻ ഇന്നും സിസ്റ്റർ പരിശ്രമിക്കുന്നു. ദൈവം സൃഷ്ടിച്ച ഈ പ്രകൃതിയിൽ മനുഷ്യർക്കാവശ്യമായ സകലതുമുണ്ടെന്ന് ബോധ്യപ്പെട്ട് അത് കണ്ടെത്തി ജനങ്ങളിലെത്തിക്കുവാൻ ബഹുദൂരം സഞ്ചരിച്ച സിസ്റ്ററിന്റെ പ്രവർത്തനം ഇന്ന് വിജയപാതയിലാണ്. കുടുംബങ്ങളിലെ സ്ത്രീകളെ സംഘടിപ്പിച്ച് മരുന്നുണ്ടാക്കുവാനും
രോഗിയെ തന്നെ വൈദ്യനാക്കി മാറ്റുവാനുമുള്ള പരിശ്രമങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. പ്രഭാഷകൻ 38 പറയുന്നത് പോലെ വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതനിൽ നിന്നു വരുന്നു. വൈദ്യന്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു. മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു. കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു. ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല എന്ന വചനം സിസ്റ്ററിന്റെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്നു. ദൈവത്തിൽ നിന്ന് ജ്ഞാനം സ്വീകരിച്ച് ജനത്തിനു വേണ്ടി നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്ന സിസ്റ്റർ ഇന്നസെന്റ് സ്വീകരിക്കുന്ന വഴികൾ വേറിട്ടതാണ്. നേട്ടങ്ങളും വ്യത്യസ്തമാണ്. ഈ സന്യാസിനിയുടെ ജീവിതത്തെ അടുത്തറിയുവാൻ നമുക്കിനിയും കാത്തിരിക്കാം.